ഹായ് ഫ്രണ്ട്സ്, സാൻട്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം ഇതേ കണ്ടോ, നമ്മളുടെ കാബേജും കോളിഫ്ലവറും ഒക്കെ കുറച്ച് ഈ ഒരു തട്ടിൽ നിർത്തിയിരിക്കുന്നത് നമ്മൾ വിളവെടുക്കാനായിട്ട് തുടങ്ങുകയാണ്. അതിനു മുമ്പേ കുറച്ച് ടിപ്പുകൾ പറയുകയാണ്. ഇപ്പോൾ സാധാരണ കാബേജും കോളിഫ്ലവറും ഒക്കെ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന എല്ലാ ആളുകളും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് പുഴുക്കൾ വന്നിട്ട് ഇതിനെ എല്ലാം തിന്ന് നശിപ്പിക്കുക. അതുപോലെ കോളിഫ്ലവറൊക്കെ ആണെങ്കിൽ പൂക്കളിൽ വന്നിട്ട് അതിനെ തിന്ന് നശിപ്പിക്കുക. എന്നാൽ കീടനാശിനികൾ രാസരീതിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുഴുക്കളൊന്നും വരത്തില്ല, നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളർന്നു വരികയും ചെയ്യും. എന്നാൽ ആ വിഷമൊന്നും അടിക്കാതെ നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ എങ്ങനെയായാലും നമ്മൾ പുഴുക്കളൊക്കെ ഇതിനെ കുറച്ചൊക്കെ നശിപ്പിച്ചിരിക്കും. അപ്പം നമ്മൾ അതിന് ചെയ്യുന്ന ഒരു ചെറിയ ടിപ്പ് പറയുകയാണ്. അതുപോലെ ഈ പ്രാവശ്യം നമ്മൾ കാബേജ് നട്ട സമയത്ത് അഭിമുഖീകരിച്ച ഒരു പ്രശ്നമാണ്, ആദ്യമേ ഇലകൾ മൊത്തം വന്ന് ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു, ഇങ്ങനെ കൂടുന്നില്ലായിരുന്നേ. ഇങ്ങനെ കൂടി വന്നു കഴിയുമ്പോഴാണല്ലോ അത് കാബേജായിട്ട് രൂപപ്പെടുന്നത്. അപ്പം പല ആളുകളും നമുക്ക് വിത്തിൻ്റെ സെയിലുണ്ട്. അപ്പോൾ ആളുകൾ അവർ നേരത്തെ, ഞാനിപ്പോൾ വിത്തിൻ്റെ സെയിൽ തുടങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നേരത്തെ വാങ്ങിച്ചു വെച്ച് വിളവെടുക്കുന്ന ആളുകളാണെങ്കിലും അവരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇലകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നേ ഉള്ളൂ, ഇതെന്താ കൂടാതെന്ന്. അത് ഇപ്രാവശ്യത്തെ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കെട്ടി കൊടുക്കണോ എന്നൊക്കെ എല്ലാവരും ചോദിച്ചു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അത്ര വലിയ കായകളൊന്നും അല്ലെങ്കിലും കുറച്ച് താമസിച്ചാണെങ്കിലും നമ്മുടെ കാബേജൊക്കെ ഇങ്ങനെ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇവിടെ ഇങ്ങനെ നമുക്ക് കുറച്ചധികം വിളവെടുക്കാനായിട്ട് നിൽപ്പുണ്ട്. നമ്മളിത് നട്ടിരിക്കുന്നത് അങ്ങ് വലിയ വൈഡായിട്ടുള്ള സ്ഥലത്തൊന്നുമല്ല, ചെറിയ ഒരു കെട്ടിനകത്താണ് നമ്മളിത് നട്ടിട്ടുണ്ടായിരുന്നത്. നമ്മളിത് വിത്ത് പാകി മുളപ്പിച്ചെടുത്ത് നട്ട് ഒരു 5 എണ്ണം 6 എണ്ണം ഒരു ഇതിൽ കൊള്ളുന്ന രീതിയിലാണ് നട്ടിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് തറയിലോ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നട്ട് വളർത്താവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും നമ്മളുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിലും ഇപ്പോൾ ഇതെല്ലാം പിടിക്കും. എല്ലാവരും അടുക്കളത്തോട്ടത്തിൽ ഇതും ഒരു ഭാഗമാക്കണം. കാരണം നമ്മളിതെല്ലാം കടയിൽ പോയി മിക്കവരും വാങ്ങിച്ചുകൊണ്ടിരുന്നതല്ലേ. അപ്പം നമുക്ക് തന്നെ കിട്ടുവാണെങ്കിൽ ഒരു പ്രത്യേക സന്തോഷം. അപ്പോൾ ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൽ പുഴുക്കൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്, തേങ്ങാവെള്ളം ഉണ്ടല്ലോ, നമ്മളുടെ വീട്ടിൽ തേങ്ങാവെള്ളം, ഒരു തേങ്ങ പൊട്ടിച്ചെടുക്കുമ്പോൾ എത്രയാണോ വെള്ളം കിട്ടുന്നത് അതിനകത്തൊരു 3 ഇരട്ടി പച്ചവെള്ളം കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് തളിച്ചു കൊടുക്കും. എല്ലാത്തിലും അങ്ങനെ തളിച്ചു കൊടുക്കുമ്പോഴത്തേന് അന്നത്തെ ദിവസം പുഴുക്കളുടെ ഒരു 3 ദിവസത്തേക്ക് പുഴുക്കളുടെ ശല്യം ഉണ്ടാകത്തില്ല. കണ്ണ് വെട്ടുമ്പോഴായിരിക്കും നമുക്ക് പുഴുക്കൾ വന്ന് ആക്രമിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാവേ. നല്ല രീതിയിൽ വലിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ബ്രൊക്കോളിയാണ്. ഇതിപ്പം എനിക്ക് ആ കളയാനുള്ള മടി കൊണ്ട് ഞാൻ പിന്നെ അവിടെ നിർത്തിയതാണ്. നല്ല വലുപ്പത്തിൽ വന്നിട്ടുള്ള ബ്രൊക്കോളിയായിരുന്നേ. അപ്പം ഒരു 2-3 ദിവസം ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇതിനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും ഇത് മൊത്തം പുഴു തിന്നു. കണ്ടോ, ഇതിനകത്ത് ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ ഈ നിർത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനെയും കിളർത്ത് ബാക്കി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്ത് എടുക്കാമെന്നുള്ള രീതിയിൽ ഞാനൊന്ന് പരീക്ഷണാർത്ഥം നിർത്തിയിരിക്കുകയാണ്. കണ്ടോ, അതുപോലെ തന്നെ ഈ റോയിൽ നട്ടിരുന്നത് മൊത്തം പുഴു കഴിച്ച്. കണ്ടോ, ഒരെണ്ണമില്ലാതെ. നമുക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഈ ജീവിതത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ കൃഷിയുടെ ഭാഗമാണ്. നഷ്ടങ്ങളുണ്ടായിരിക്കും, ലാഭങ്ങളുണ്ടായിരിക്കും. എന്നാലും നമ്മൾ പിന്നെയും കൃഷി ചെയ്യുക. ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും നിരീക്ഷിച്ച് ഇതിൻ്റെ അടുത്ത് വന്നിട്ട് പുഴുക്കളുണ്ടെങ്കിൽ, ഇത് കണ്ടോ, ഇതുപോലെ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ അന്നേരം തന്നെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏക പ്രതിവിധി. പിന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഞാൻ പറഞ്ഞ പോലെ തേങ്ങാവെള്ളം ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇത് മാത്രമല്ല കേട്ടോ, കുറച്ച് കോളിഫ്ലവറും ഒക്കെ അപ്പുറത്ത് നിന്നിട്ടുണ്ടായിരുന്നതെല്ലാം പുഴു കഴിച്ചിട്ടുണ്ട്. കാണിച്ചുതരാം, അതുകൂടെ കാണിക്കാം. എന്തായാലും സക്സസ് മാത്രമല്ല, നമ്മുടെ നഷ്ടങ്ങളും കൂടെ നിങ്ങളെ ഞാൻ കാണിക്കാറുണ്ട്. ഈ സൈഡിൽ കോളിഫ്ലവർ നിന്നിട്ടുണ്ടായിരുന്നത് ഇത് മൊത്തം പുഴു കഴിച്ചു. കണ്ട. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ദിവസം ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റാതിരുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് ചെറുതായിട്ട് വരുന്നതേ ഉള്ളായിരുന്നേ. അപ്പോൾ തന്നെ പുഴുവെല്ലാം കഴിച്ച്. ഇപ്പം ആ ഒരു സ്ഥലത്ത് ആ കാബേജും കൂടെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. കാബേജിൽ അധികം പുഴു അങ്ങനെ പെട്ടെന്ന് ആക്രമിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു കോളിഫ്ലവർ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടി. നേരത്തെ നമ്മൾ ഇതിൻ്റെ കുറേ വിളവെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് നല്ല രീതിയിൽ നിരീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പുഴുക്കളുടെ ശല്യം ഒന്നും വന്നിട്ടില്ലായിരുന്നേ. ഇത് കടലമാവിൽ മുക്കിയിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഉപ്പും കടലമാവും എല്ലാം കൂടെ കുഴച്ച് അതിനകത്തിട്ട് കുഴച്ചെടുത്തിട്ട് ഫ്രൈ ആക്കി കുഞ്ഞിന് കൊടുക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ്. കാബേജ് ഞങ്ങൾ തോരനും വെക്കും, അതുപോലെ സവോള ഇട്ട് വഴറ്റി മെഴുക്കുവരട്ടിയും വെക്കും, അതുപോലെ പച്ചക്കരിഞ്ഞ് സലാഡായിട്ടും കഴിക്കുവേ. കണ്ടോ, ഇത്രയും വലുപ്പമുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരുവിധം വലിയൊരു കാബേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കോളിഫ്ലവറും വിളവെടുക്കുക. ഉച്ച സമയം ആയതുകൊണ്ട് ഇലയൊക്കെ ഇങ്ങനെ വഴന്ന് നിൽക്കുക. കണ്ട, അപ്പം നമുക്കിപ്പോൾ അത്യാവശ്യത്തിനുള്ളത് ഞാൻ വിളവെടുത്തു.
കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് കൃഷി ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ സന്തോഷങ്ങൾ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ, കഴിച്ചില്ല പോലും ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമല്ലേ. അതുപോലെ 90% ജെർമിനേഷനുള്ള വിത്തുകളാണ് നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിലുള്ളത്. നല്ല ക്വാളിറ്റി വിത്തുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ കാറ്റലോഗ് നോക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.